നമസ്കാരം, വെൽക്കം ബാക്ക് ടു സീസൺ വിത്ത് ലവ്. ഞാൻ സുപ്രിയ അനീഷ്. ഡാലിയ ചേച്ചിയുടെ അച്ചുപയോഗിച്ച് സേവനാഴിയിൽ വളരെ എളുപ്പത്തിലുണ്ടാക്കുന്ന കുഴലപ്പത്തിനും സരസ്വതി ചേച്ചിയുടെ നാടൻ നെയ്യപ്പത്തിനും നിങ്ങൾ തന്ന റെസ്പോൺസിന് ഞാൻ ആദ്യം തന്നെ ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതേ ഫാമിലിയിലുള്ള നല്ല ഭംഗിയുള്ള ആകൃതി കൊണ്ടും കറുമുറ കഴിക്കുന്ന ടേസ്റ്റ് കൊണ്ടും മലയാളികളുടെ മനസ്സ് കീഴടക്കിയിരിക്കുന്ന ഒരു നൊസ്റ്റാൾജിക് റെസിപ്പിയായ അച്ചപ്പവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈ നൊസ്റ്റാൾജിയ എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ വരുന്നതെന്നറിയോ? ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തിൽ ഈ അച്ചപ്പത്തിൻ്റെ റിങ്സ് എടുത്ത് കയ്യിൽ മോതിരമായിട്ടിട്ട് ഞങ്ങൾ കഴിക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിരിക്കും അത്. ഈ അച്ചപ്പത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അതിൻ്റെ ഷേപ്പും. ഇത് രണ്ടും പെർഫെക്റ്റ് ആയാൽ മാത്രമേ നമ്മൾ നല്ലൊരു അച്ചപ്പം എന്ന് പറയുള്ളൂ. അപ്പോൾ ഷേപ്പിനും ടേസ്റ്റിനും 100ൽ 100 മാർക്ക് കൊടുക്കാവുന്ന ഒരു അച്ചപ്പത്തിൻ്റെ സ്പെഷ്യലിസ്റ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ദേവകി ചേച്ചിയുടെ മരുമകളായ രമ്യയാണിത്. ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന രമ്യയുടെ നമ്പർ 1 റെസിപ്പിയാണ് ഈ അച്ചപ്പം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമ്മൾക്ക് അച്ചപ്പത്തിൻ്റെ വിശേഷത്തിലേക്ക് കടന്നാലോ? അരിപ്പപ്പടത്തിലൂടെയും വടകിലൂടെയും താളിക്കറിയിലൂടെയും എല്ലാം നിങ്ങൾക്ക് പരിചയമുള്ള ദേവകി ചേച്ചിയുടെ വീടാണിത്. 3 ആൺമക്കളുള്ള ദേവകി ചേച്ചിയുടെ മൂത്ത മകനായ അനൂപേട്ടൻ്റെ ഭാര്യയാണ് രമ്യ. പ്രായത്തിൽ ചെറുതാണെങ്കിലും പാചകത്തിൽ ആളൊരു കേമിയാണ്. ആളിവിടെ സമയം കളയാതെ അച്ചപ്പം ഉണ്ടാക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ്. അപ്പോഴാദ്യം തന്നെ 5 കപ്പ് പച്ചരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ദോശ ഉണ്ടാക്കുന്നതിനും അപ്പം ഉണ്ടാക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന അതേ പച്ചരി തന്നെയാണ്. അപ്പോൾ ഈ അരി ആദ്യം നന്നായി കഴുകിയതിന് ശേഷം ഒരു 2-3 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിടുക. അപ്പോൾ അരി കുതിർന്ന് വരാൻ എന്തായാലും ഒരു 3 മണിക്കൂർ എടുക്കും. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമ്മളുടെ അച്ചപ്പത്തിനുള്ള തേങ്ങാപ്പാൽ എടുക്കുന്നതിനുള്ള തേങ്ങ റെഡിയാക്കി വെക്കാമെന്നാണ് രമ്യ പറയുന്നത്. നമ്മളിന്ന് തേങ്ങ ചിരകി അരച്ചിട്ടല്ല അച്ചപ്പം ഉണ്ടാക്കുന്നത്, ഈ തേങ്ങയുടെ പാല് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തേങ്ങാപ്പാൽ കിട്ടുന്ന തരം 2 തേങ്ങയാണ് നമ്മളിന്ന് അച്ചപ്പത്തിനായിട്ട് എടുത്തു വയ്ക്കുന്നത്. ഇപ്പോൾ ഏകദേശം 3 മണിക്കൂറായിട്ടുണ്ട്. നമ്മളുടെ അരിയെല്ലാം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിപ്പോകാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഊറ്റി വയ്ക്കാം. നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കിയപ്പോഴും വടകുണ്ടാക്കിയപ്പോഴൊക്കെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ തുളകളുള്ളൊരു പാത്രത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നോളും. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. നമ്മളുടെ അരിയിലെ വെള്ളമെല്ലാം നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കാം. ഇവിടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ എളുപ്പത്തിൽ റൈസ് മില്ലിൽ കൊടുത്തിട്ട് നല്ല നൈസായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം പോലെ റൈസ് മില്ലുണ്ടെങ്കിൽ അവിടെ വളരെ നൈസായിട്ട് പൊടിച്ചെടുത്താൽ വളരെ എളുപ്പത്തിൽ തന്നെ പണി തീരും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ബാച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ തരിയും കൂടെ ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലിട്ട് നന്നായി അരിച്ചെടുക്കാം. കുതിർത്ത് വെച്ച അരിയായതുകൊണ്ട് ചെറിയ നനവുണ്ടാവും. അപ്പോഴതുകൊണ്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴൊരു സ്പൂണും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമ്മൾക്ക് എളുപ്പത്തിൽ പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ വീണ്ടും ചെറിയ തരികളുണ്ടാകുമ്പോൾ അത് വീണ്ടും നമ്മൾക്കൊന്നും കൂടെ മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള 5 കപ്പ് അരിയും മിക്സിയിൽ നന്നായി പൊടിച്ചതിന് ശേഷം അരിപ്പയിൽ നന്നായി അരിച്ചെടുത്തിട്ടുള്ള വളരെ നൈസായിട്ടുള്ള പൊടിയാണിത്. അപ്പോൾ ഇതുപോലെ നല്ല നൈസായിട്ടുള്ള പൊടിയായിരിക്കും നമ്മളുടെ അച്ചപ്പത്തിന് ഏറ്റവും നന്നായിരിക്കുക. നമ്മുടെ അച്ചപ്പത്തിനുള്ള അരിപ്പൊടി റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴിവിടെ 5 കപ്പ് അരിയുടെ പൊടിക്ക് 3 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മൈദ ഒരു തവണ നമ്മൾ അരിപ്പയിലിട്ട് നന്നായി ഒന്ന് അരിച്ചെടുത്തതാണ്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമ്മുടെ അച്ചപ്പത്തിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ 6 മുട്ടയാണ് എടുക്കുന്നത്. ഇത് മിക്സിയിലൊന്ന് നന്നായി അടിച്ചെടുക്കണം. അപ്പോൾ മുട്ടയുടെ അളവ് കൂടുകയാണെങ്കിൽ നമ്മുടെ അച്ചപ്പത്തിന് മുട്ടയുടെ ഒരു ചുവയും മണവും ഉണ്ടാവും. അതേസമയം കുറഞ്ഞു പോവുകയാണെങ്കിൽ അച്ചപ്പം കുറച്ച് ഹാർഡ് ആവാനും ചാൻസ് ഉണ്ട്.
ചിലർ അച്ചപ്പത്തിന് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഈ മുട്ടയുടെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാര മുട്ടയുടെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ മുട്ടയും പഞ്ചസാരയും മിക്സിയിലിട്ട് കറക്കിയെടുക്കുമ്പോൾ നന്നായി പത വരുന്നത് വരെയും ഇത് കറക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ചുവന്നുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഒരു 4-5 ചുവന്നുള്ളി ഈ മുട്ടയുടെയും പഞ്ചസാരയുടെയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. മുട്ട ചേർത്ത് ഈ പൊടി ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ കാണിച്ച അത്രയും വലുപ്പമുള്ള 2 തേങ്ങയുടെ തേങ്ങാപ്പാലാണിത്. ഇവിടെ നമ്മൾ 1-ാം പാലും 2-ാം പാലും എടുത്തതിന് ശേഷം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 5.5 കപ്പിനോളം വരും. അപ്പോൾ നമ്മൾ ഈ പൊടിയിലേക്ക് തേങ്ങാപ്പാൽ അല്പമായി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എത്രയാണ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കേണ്ടതെന്ന് ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു പരുവം കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾക്ക് അല്പാൽപമായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഉടച്ചു കൊടുത്ത് വേണം നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട്. നമ്മളിവിടെ ഏകദേശം ഒരു 5 കപ്പിനോളം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് എള്ളും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. നമ്മൾ അച്ചപ്പം കഴിക്കുമ്പോൾ ഇതുപോലെ ജീരകവും എള്ളൊക്കെ പുള്ളികളായിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ? നമ്മുടെ അച്ചപ്പത്തിനുള്ള കൂട്ടെല്ലാം റെഡിയായി കഴിഞ്ഞു. എല്ലാം ചേർത്തതിന് ശേഷം ഇതുപോലെയാണ് നമ്മളുടെ അച്ചപ്പത്തിൻ്റെ മാവ് ഉണ്ടായിരിക്കേണ്ടത്. ഒരുപാട് കട്ടിയുമല്ല ഒരുപാട് ലൂസും അല്ലാണ്ട് നല്ല കറക്റ്റായിട്ടുള്ളൊരു പരുവാണിത്. നല്ല നൈസായിട്ടുള്ള പൊടിയും മൈദയും ആയതുകൊണ്ട് നല്ല സിൽക്ക് പോലെയാണ് ഈ മാവിരിക്കുന്നത്. ഇനി നമ്മുടെ അച്ചപ്പം ഉണ്ടാക്കുന്നതിനുള്ള അച്ചിനെ പരിചയപ്പെടാം. ഏകദേശം 9 വർഷമായിട്ട് രമ്യയുടെ കൂടെ തന്നെയുള്ള ഓടിൻ്റെ അച്ചാണിത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് അച്ചപ്പത്തിൻ്റെ അച്ച് വാങ്ങുന്നതെങ്കിൽ അത് നന്നായി കഴുകിയതിന് ശേഷം കുറേ നേരം, അതായത് വൈകിട്ടാണ് അച്ചപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ മുതൽ അത് എണ്ണയിലിട്ട് വയ്ക്കാനാണ് രമ്യ പറയുന്നത്. അങ്ങനെയാവുമ്പോൾ ഈ അച്ചപ്പത്തിൻ്റെ അച്ചിൽ നിന്നും മാവ് വിട്ടുവരാൻ എളുപ്പമായിരിക്കുന്നു. ഇനി നമ്മൾക്ക് നേരെ അച്ചപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനുള്ള അടുപ്പെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പരന്ന ഒരു പാത്രത്തിലാണ് നമ്മളിന്ന് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ഉരുളിയാണെങ്കിൽ ഒരേ സമയം തന്നെ ഒരുപാട് അച്ചപ്പം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുപ്പിലാകുമ്പോൾ ഉരുളിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ ചൂടും കിട്ടും. ഈ അച്ചപ്പത്തിൻ്റെ മാവ് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ കോരിയെടുത്ത് വെക്കുകയാണ്. എന്നിട്ട് ആ പാത്രത്തിലാണ് നമ്മൾ അച്ചിട്ടതിന് ശേഷം അച്ചപ്പം ഉണ്ടാക്കുന്നത്. ഈ വലിയ പാത്രത്തിലേക്ക് നേരെ നമ്മൾ അച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മാവ് പെട്ടെന്ന് കേടായി പോകുമെന്നാണ് രമ്യ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ അച്ചപ്പം രമ്യയുടെ ഒരു ട്രയലാണ്. ഇത് കൃത്യമായിട്ട് അച്ചിൽ നിന്നും വിട്ടു വരുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ടുള്ളൊരു ചെക്കിംഗ് ആണ്. അപ്പോൾ അതേതായാലും സക്സസ് ആണ്. ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. ആദ്യം തന്നെ അച്ചപ്പത്തിൻ്റെ അച്ച് നന്നായി ചൂടാകുന്നത് വരെ നല്ല ചൂടുള്ള എണ്ണയിൽ മുക്കി വയ്ക്കുക. അതിനുശേഷം ഒരു 5 സെക്കൻഡ് ഈ മാവിൽ മുക്കിയതിന് ശേഷം എക്സ്ട്രാ ഉള്ള മാവ് കുടഞ്ഞു കളയുക. അതിനുശേഷം നമ്മൾ നേരെ എണ്ണയിലേക്ക് ഇടുക. ഈ അച്ച് എണ്ണയിലിട്ട ഉടനെ നമ്മൾ അത് ഇളക്കി കൊടുക്കരുത്. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ചെറുതായി ഒന്ന് കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ള അച്ചപ്പം അച്ചിൽ നിന്നും വിട്ടു വരുന്നതായിട്ട് കാണാൻ പറ്റും. അച്ചിൽ നിന്നും വേർപെട്ട ഉടനെ നമ്മൾ അച്ചപ്പം ഒരിക്കലും ഇളക്കി കൊടുക്കരുത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇളക്കുകയാണെങ്കിൽ ആ അച്ചപ്പത്തിൻ്റെ ഷേപ്പൊക്കെ മാറി ആകെ മലർന്നു പോകും. മറ്റൊരു കാര്യം, ഈ അച്ച് മാവിൽ മുക്കുമ്പോൾ ഒരിക്കലും മുഴുവനായിട്ട് അതിൽ മുങ്ങിപ്പോകരുത്. കുറച്ച് ഭാഗമെങ്കിലും മുങ്ങാതെ ഇരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ കുടഞ്ഞു കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് വേർപെട്ട് വീഴുള്ളൂ. അപ്പോൾ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ 2-3 കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് ചെയ്യണം. ഒന്നാമത്തേത് അച്ച് നന്നായി ചൂടാവണം. രണ്ടാമത്തേത് മാവിലേക്ക് 2 സെക്കൻഡ് മുക്കിയതിന് ശേഷം ഇടാൻ പാടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ മുന്നേ നമ്മൾ ഇട്ട അച്ചപ്പം തിരിച്ചിടുകയും നല്ല കറക്റ്റായിട്ട് ഫ്രൈ ആയതെടുത്ത് മാറ്റി വെക്കുകയും ചെയ്യണം. ഒരുവിധം കളർ മാറി വരുമ്പോൾ തന്നെ നമ്മൾക്ക് അച്ചപ്പം എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ്. ചെറുതായ ഒരു സോഫ്റ്റ്നെസ് ഉള്ള പോലെ തോന്നും, പക്ഷേ തണുത്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ടുണ്ടാവും. തനിയെ എടുത്തു വെച്ചിരിക്കുന്ന മാവ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറന്നു പോകരുത്. പിന്നെ ഈ അച്ചപ്പത്തിൻ്റെ അച്ച് നന്നായി ചൂടാവാതെയാണ് നമ്മൾ മാവിൽ മുക്കിയെടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ മാവ് വീണ്ടും എണ്ണയിലേക്ക് ഇടുമ്പോൾ അച്ചിൽ നിന്നും മാവ് നമ്മൾ എത്ര തന്നെ കുടഞ്ഞാലും വിട്ടുവരികയില്ല. അപ്പോൾ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും വളരെ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം നമ്മൾ അച്ചപ്പം ഉണ്ടാക്കാനായിട്ട്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് അച്ചപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല സ്വാദുള്ള നല്ല ഷേപ്പുള്ള അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.
നമ്മുടെ രമ്യയുടെ വളരെ ടേസ്റ്റുള്ള അച്ചപ്പം കറുമുറേ കഴിക്കാൻ ഞങ്ങൾ എല്ലാവരും റെഡിയായി ഇരിക്കുകയാണ്. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്